അപ്പോൾ ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ചക്ക നമുക്ക് ഇതുപോലെ ചോള എടുത്തിട്ട് നല്ല മധുരമുള്ള ചക്ക കേട്ടോ, നല്ല മധുരം നമുക്കറിയാൻ പറ്റുമോ? ഞാൻ നിൽക്കുമ്പം തന്നെ ഉണ്ടോ നീര് കണ്ടോ, നല്ല നീരുള്ള ചക്ക, നല്ല മധുരം. അപ്പോൾ നമുക്കിത് ചോളയാക്കിയിട്ട് നമുക്കൊന്ന് സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇത് ഉണക്കിയിട്ട് ഒരു ഡബ്ബയിലിട്ട് വെച്ചാൽ മഴക്കാലത്ത് നമുക്ക് നല്ല കർക്കിടക മാസത്തിലൊക്കെ അടഞ്ഞ് മഴ പെയ്യുന്ന സമയത്ത് പുറത്തെവിടെ ഇറങ്ങാൻ പറ്റാണ്ടിരിക്കുന്ന ചില സാഹചര്യങ്ങളിലൊക്കെ നല്ല ചൂട് കട്ടൻ കാപ്പിയും ഈ ചക്ക വറുത്തത് നമ്മൾ കഴിക്കുന്ന കുറേ ഓയിലി അങ്ങനെ അല്ലാതെ നമ്മളൊന്ന് ചെയ്ത് നോക്കിയിട്ടില്ല, അതിൻ്റെ മുന്നേ ചെയ്ത് നോക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പറമ്പിൽ കൃഷിക്ക് വന്നതാണ്, വാഴ നനയ്ക്കാൻ വെള്ളമൊക്കെ വന്നതാണ്. അപ്പോൾ 2 ചക്ക വീണ് കിടക്കുന്നതുകൊണ്ട് അപ്പോൾ ആദ്യം രാവിലത്തെ പണി തന്നെ അതാക്കി. ഇനി പറമ്പിലെ കൃഷി വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ചക്ക, ഇത് ബെഡ് പ്ലാവാട്ടോ, ഒരു 1 വർഷം കൊണ്ട് അതിന് കായ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ കായ നിർത്താണ്ട് പൊട്ടിച്ച് കളഞ്ഞു. കാരണം ആ കായ അതിൽ നിന്ന് വലുതാകുമ്പോൾ നമ്മൾ ആ കായ അത്രയും വലിപ്പം വെക്കാൻ ചക്ക വലിച്ചെടുക്കും. ചക്ക ഇലകളൊക്കെ വലിച്ച് ഈ തണ്ട് ആരോഗ്യമില്ലാത്ത രീതിയിലാവും. അപ്പോൾ അവിടെ മുരടിപ്പ് വരും. അപ്പം നമ്മൾ മേടിക്കുന്ന ബെഡ് പ്ലാവിൽ 1-2 വർഷം കായ ഉണ്ടാകുന്നുണ്ട്, പിന്നെ ഉണ്ടാകുന്നില്ല, കുറവാണെന്നൊക്കെ പറയുന്നതിന് കാരണം അവിടെ തണ്ട് മുരടിപ്പ്, ഇതിന് വളർച്ച നിന്ന്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു 3 വർഷം എന്ന് പറയുമ്പോൾ ആ 3 വർഷത്തിലും നമ്മളിതിൽ വരുന്ന കായ പൊട്ടിച്ച് കളയാം, നിർത്തരുത്. ആദ്യം നമുക്ക് മരം ഒന്ന് വലുതാക്കി എടുക്കാം. അത് ഒന്നൊരാൾ ഹൈറ്റ് വരുമ്പോൾ അതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ബുഷായിട്ട് വളർത്തിയെടുക്കണം. അപ്പം എന്തായാലും ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ നാളെ തന്നെ ചക്കയുള്ള മരമൊക്കെ മേടിച്ച് പോകുമ്പോൾ നമ്മൾ കൂടുതൽ ചക്ക കിട്ടുന്ന പ്രതീക്ഷ നമ്മൾ മേടിക്കരുത്. കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ നിർത്തണം. ആ ചക്ക നിങ്ങളത് ഷോയ്ക്ക് വെക്കരുത്, അത് കളയണം. അതിനകത്ത് അത് കളഞ്ഞാൽ തന്നെ ആ മരം റെഡി ആവുകയുള്ളൂ. എന്നിട്ട് വളം ഒരു കൊല്ലത്തിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും വളം കൊടുക്കണം. അല്ലാണ്ട് നമ്മൾ കുറച്ച് വളം കൊടുത്ത് പിന്നെ മഴക്കാലത്ത് കുറച്ച് നന കിട്ടി അങ്ങനെയൊന്നും റെഡി ആവില്ല. കൊല്ലത്തിലൊരു 3 പ്രാവശ്യമെങ്കിലും വളം കൊടുക്കണം. അതുപോലെ തന്നെ ചെറിയ ചക്ക പൊട്ടി വരുന്നത്, അതുപോലെ ചെറിയ മാങ്ങ ഉണ്ടാകുന്നത് ചെറുത് നമ്മൾ നഴ്സറി മേടിക്കുമ്പോൾ കടകളിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് കവറിൽ തന്നെ കിട്ടുമ്പോൾ അത് ഷോയ്ക്ക് വെക്കരുത്, അത് പൊട്ടിച്ച് കളയണം എന്തായാലും. അപ്പം നമ്മൾ ആ തൈ വലുതായി കിട്ടണം, തൈ നമുക്ക് ആരോഗ്യത്തോടെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ചക്ക അരിഞ്ഞ് ഉണക്കി റെഡി ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.